2014 ആ ഒരു ഫിഫ വേൾഡ് കപ്പിന്റെ ഫൈനല് ഓരോ അർജന്റീനൻ ആരാധകനും ഇപ്പോഴും ഒരു വേദന ഉണ്ടാക്കുന്ന സംഭവമാണ്. പക്ഷെ അതിലേറ്റവും ഇമ്പോർട്ടന്റ് ഒരു പാർട്ട് എന്താന്ന് വെച്ചാലേ, അന്ന് ഒരു മാനുവൽ ന്യൂയർ ഒരു സേവ് നടത്തുന്നുണ്ട്. ഹുഗ്ഗൈനുള്ള സമയത്ത് പുള്ളിക്കാരൻ ഒരു പഞ്ച് ചെയ്യുന്നുണ്ട്, ഒരു അടിപൊളി പഞ്ച്. പക്ഷെ പഞ്ച് ചെയ്യുമ്പോൾ മാനുവൽ ന്യൂയറിന്റെ മുട്ട് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഹുഗ്ഗൈന്റെ ചെറുക്ക് ഇവിടെ വന്ന് അടിക്കുന്നുണ്ട് കാല്. അത് ബോക്സിന്റെ ഉള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ അന്ന് അതിന് പെനാൽറ്റി കൊടുത്തില്ല. പിന്നെ നമുക്ക് അതിന്റെ ബാക്കി പത്രം അറിയാം. അത് എക്സ്ട്രാ ടൈമിലേക്ക് കളി പോയി. പിന്നെ ബാക്കി മേരിയെ കുറിച്ച് ഗോൾ അടിച്ചു, ജർമ്മനി വിജയിച്ചു. പക്ഷെ നിലവിൽ നമ്മുടെ ജർമ്മൻ ഫുട്ബോൾ ഇതിഹാസമായ നമ്മുടെ ഫുട്ബോളിൽ പല ആളുകളും ഉപയോഗിക്കുന്ന ലോദർ മത്താവസ്, പുള്ളിക്കാരന് ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ടുണ്ട്. അതായത് അർജന്റീന ആ ഒരു വേൾഡ് കപ്പ് വിജയിക്കേണ്ടതായിരുന്നു, ആ ഒരു സംഭവത്തിന് അന്ന് അവിടെ ഒരു പെനാൽറ്റി കൊടുക്കേണ്ട ഇൻസിഡന്റ് ആയിരുന്നു എന്നാണ് നമ്മുടെ ലോദർ മത്താവസ് പറഞ്ഞു വെക്കുന്നത്. അതായത് നമ്മുടെ ജർമ്മനിക്കാരനാണ് പുള്ളിക്കാരൻ, എന്നിട്ടാണ് പുള്ളിക്കാരൻ ഇത് പറയുന്നത്. ഓക്കെ, അത് ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, ഇനി പുള്ളിക്കാരൻ അർജന്റീനയെ സപ്പോർട്ട് ചെയ്യുന്നു എന്നതുകൊണ്ടല്ല, പുള്ളിക്കാരന്റെ നാഷനാണ് ജർമ്മനി. അപ്പോൾ ആ ഒരു സംഭവത്തിൽ പിന്നെ അന്ന് വാറ് കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഒരുപക്ഷെ അന്ന് വാറ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ റഫറി ഒന്ന് നോക്കിക്കണമെങ്കിൽ സത്യം പറഞ്ഞാൽ പെനാൽറ്റിയാണ്. ഇപ്പൊ നിലവിലത്തെ ഇപ്പോൾ റയലിനായാലും ബാസിക്കായാലും അങ്ങനെ സിറ്റുവേഷൻ വന്നാൽ റഫറി എന്തായാലും അത് പെനാൽറ്റി കൊടുക്കും, അല്ലെങ്കിൽ ഏത് ക്ലബിന് വന്നാലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഗോൾ കീപ്പർ പഞ്ച് ചെയ്യണം. ഓക്കെ, പക്ഷെ ഗോൾ കീപ്പർ അതേ സമയത്ത് അവർ ഫൗളും കമ്മിറ്റ് ചെയ്യുന്നുണ്ട് ആള്. അപ്പോൾ അതിനൊരു പെനാൽറ്റി കൊടുക്കാതിരുന്നത് കൊണ്ടാണ് സത്യം പറഞ്ഞാൽ അർജന്റീനക്ക് ആ വേൾഡ് കപ്പ് നഷ്ടമായത്. പിന്നെ ഫുട്ബോളാണ്, നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും പറയാനും പറ്റില്ല, ഇവന്തോ അത് റോങ് ഡിസിഷൻസ് ആണെങ്കിൽ പോലും. അപ്പോൾ അത്തരത്തിൽ അർജന്റീനക്ക് നഷ്ടമായ ഒരു വേൾഡ് കപ്പിന് ഒരു റഫറി കാരണമാണ് എന്നാണ് ഇപ്പൊ നിലവിൽ നമുക്ക് ഈ ഒരു ന്യൂസ് ഒക്കെ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ ലോദർ മത്താവസിന്റെ ഈ സ്റ്റേറ്റ്മെന്റ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. പിന്നെ നമ്മുടെ വീഡിയോക്കൊക്കെ ലൈക്ക് അടിക്കുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.